അന്ന് കാനായിൽ വന്ന നാളിൽ നിന്നുള്ളിൽ നിന്ന് വന്ന തേൻകണം തന്നു നീ. മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്, മ്യൂസിക്കായിട്ട് ഒത്തിരി ഇൻവോൾവ് ആയിട്ട് മ്യൂസിക്കിനെ സ്നേഹിക്കുന്ന ആളാണ്. അതെ, ഇപ്പോൾ രണ്ടുപേരും ഞാനിതുപോലെ ഒരു പരിപാടിക്ക് പോയിട്ട് പാടിയപ്പോൾ ഷാനിക്ക അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പാടിയത് എൻ്റെ പാട്ട് തന്നെ. അന്ന് ഷാനിക്കിന് മോളെ നീ വേറെ ഏത് പാട്ട് പാടിയില്ല, സ്വന്തം പാട്ടിന് പാടി നീ കൊല്ലരുത് എന്ന്. ഇത് കടൽ കടന്ന മാത്തുക്കുട്ടി എന്ന് പറഞ്ഞ മൂവിയിലെ പാട്ട്. ഇത് പാടിയപ്പോൾ ഇത് എഴുതിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ശ്വേതയാ. അപ്പൊ ജനറലി ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഇൻവോൾവ്മെന്റ് ഭയങ്കര കുറവാണ് എഴുതി കഴിഞ്ഞാൽ. ശ്വേത മാത്രമാണ് പാട്ട് പാടി സ്റ്റുഡിയോയിൽ ശ്വേത പാടിക്കഴിഞ്ഞ ശ്വേത എനിക്ക് മെസ്സേജ് വരെ അയച്ചു, ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ പാട്ടിന് എഴുതിയ ഷാബാസ് സാറാണ്. അപ്പം ഇത് മാത്രമാണ് ഞാൻ സെറ്റിൽ പോയി ഇരുന്ന് എഴുതിയ പാട്ട്. ഇത് ഷാബാസ് സാറിൻ്റെ കൂടെ ഇരുന്ന് സാറ് ഹാർമോണിയത്തിൽ പ്ലേ ചെയ്തുകൊണ്ട് അതിൻ്റെ കൂടെ ഇരുന്ന് എഴുതാനൊക്കെ ഉള്ള ഭയങ്കര ഒരു ഭാഗ്യമുണ്ട്. അതും എഴുത്തിലും കൂടുതൽ സാറ് പഴയ ഗസൽസിനെ പറ്റിയൊക്കെ സംസാരിക്കും. അപ്പോൾ ഒരു മാസ്റ്റർ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതല്ല, ഒരുപാട് സംസാരിച്ച് പഴയ പാട്ടുകളെ പറ്റിയൊക്കെ പറയുമ്പോൾ നമുക്ക് കേട്ടോണ്ടിരുന്ന് അതിൽ നിന്ന് നമ്മൾ ഇൻസ്പയർ ചെയ്ത് പാട്ട് എഴുതിക്കുകയായിരുന്നു.